ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ്. അപ്പോൾ ചെറുപയർ കറി ഒരുവിധ കുട്ടികളൊന്നും കഴിക്കില്ല, ചിലർക്കൊന്നും ഇഷ്ടമായിരിക്കില്ല. പക്ഷേ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടവും, എല്ലാവരും നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ഞാനിവിടെ ഒരു 3/4 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം പോക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കുക്കറിലേക്ക് മാറ്റാം. അതിനുശേഷം ഒരു ചെറിയ സവാള ഇതുപോലെ മുറിച്ചിട്ട് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു 3-4 ചെറിയ പച്ചമുളകാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. നല്ല അധികം എരിവില്ലാത്ത തരം മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഈ ചെറുപയർ മുങ്ങുന്നതിന് ആവശ്യമായ വെള്ളം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 3/4 കപ്പ് ചെറുപയർ എടുത്തപ്പോൾ അതിന് 1.5 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ കുക്കർ മൂടിയിട്ട് ഇതിൻ്റെ വിസിലിടുന്നുണ്ട്. ഇനി ഇത് 4 വിസിലാണ് ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത്. 4 വിസിൽ കഴിഞ്ഞ ശേഷം നമ്മളിത് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് സിമ്മാക്കിയിട്ട് വെക്കും. അതിനുശേഷം നമുക്കിത് സ്വിച്ച് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ടുള്ള ഗ്യാസ് കംപ്ലീറ്റ് പോയി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മളിത് തുറന്ന് നോക്കൂ. ഇടയ്ക്ക് തുറന്ന് നോക്കാൻ പാടില്ല, അപ്പോൾ അത് വെന്ത് കിട്ടൂല. അപ്പോൾ ഇപ്പം നന്നായിട്ട് ഗ്യാസ് എല്ലാം പോയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയാട്ടെ, ഒട്ടും വെള്ളമൊന്നും അധികം ഇല്ലാണ്ട് നല്ല കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഇതെല്ലാം വെന്ത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് തേങ്ങ അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. എന്നിട്ട് നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേഗം തന്നെ ചെറുപയർ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാൻ എടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതിനെക്കാട്ടിലും ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ ഒരു 3 കായ്മുളകും കൂടി ചേർക്കാം. ഉണക്കമുളകാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് വഴറ്റി ഒന്ന് മുപ്പിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ തേങ്ങയും ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഞാനിപ്പോൾ ഈ മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ വെള്ളം ഒഴിച്ച് ആ എല്ലാ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കുക ചെയ്തത്. ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളമെല്ലാം ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാം. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില കുറച്ച് വറുത്തിടുന്ന സമയത്തും പിന്നെ ബാക്കി ഇതുപോലെ വേവിക്കുന്ന സമയത്തും നമുക്ക് ചേർക്കാം. അതിനുശേഷം നമ്മളിപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് നമുക്ക് എത്രയാണോ വേണ്ടുന്നത് ആ രീതിയിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇതിൽ ജീരകം കൂടി നമ്മൾ തേങ്ങേൻ്റെ കൂടെ അരച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് വരുന്നത്. ജീരകം ചേർക്കാതെ നമ്മളെ ചെറുപയർ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ശരിക്കും ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ജീരകം കൂടി നമ്മളിതിലേക്ക് അരച്ച് ചേർക്കണം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കഞ്ഞിക്കൊക്കെ കഴിക്കാനാണെങ്കിൽ കുറച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ അത് കുറച്ചൊരു നല്ല പുഴുക്ക് പോലെ കിട്ടും. അങ്ങനെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ കുറച്ച് നല്ല വെള്ളം പോലെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കുക. ഇപ്പോൾ കറി നമ്മൾ ചപ്പാത്തിക്കെല്ലാം കൂട്ടുന്നതാണെങ്കിൽ അധികം കട്ടിയിൽ നമ്മൾ എടുക്കില്ലല്ലോ, കുറച്ച് വെള്ളം പോലെ തന്നെയല്ലേ എടുക്കുക. അത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടുന്ന അനുസരിച്ചിട്ട് നമുക്കിത് വെള്ളം കുറച്ചിട്ടും കൂട്ടിയിട്ടും എടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി നാടൻ രുചിയിലുണ്ടാക്കിയ കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഇനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണം. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.